ആദ്യം തന്നെ അമ്മ മാതാവിനോ യേശുപ്പച്ചനും നന്ദി പറയുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിൽ. എൻ്റെ പേര് ഷേബ, ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് എൻ്റെ ചേച്ചി വഴിയാണ്. ചേച്ചിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2024 മെയ് മാസം മുതൽ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുവാണ്. പക്ഷേ എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുന്നുണ്ട്. വിസ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഓരോ തടസ്സങ്ങൾ കാരണം വിസ കിട്ടാതെ അങ്ങനെ വരുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോമെട്രിക് എന്ന് പറയുന്ന എക്സാമാണ് എഴുതാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാൻ തുടങ്ങി. ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അപ്പോഴത്തേനും എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി നീ കൃപാസനം പള്ളിയിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പഠിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, പ്രാർത്ഥിച്ച പോരെ ദൈവത്തിനോട്, ഉടമ്പടി എടുക്കണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മാതാവ് നിനക്ക് അത്ഭുതം പ്രവർത്തിച്ചു തരും എന്നുള്ള കാര്യം പറഞ്ഞു വീണ്ടും ഉടമ്പടി എടുക്കാൻ തന്നെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ അതിൽ എന്താ പറയുക, ഉടമ്പടി എടുക്കാൻ എനിക്കൊരു താല്പര്യം വന്നില്ല. അല്ലാതെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രെയർ അയച്ചു തരുമായിരുന്നു. രാവിലത്തെയും രാത്രിയിലെയും പ്രെയർ ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രെയർ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഞാൻ ഇതേപോലെ ആ എക്സാം, കുവൈറ്റ് പ്രോമെട്രിക് എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാമെല്ലാം എഴുതി കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം എല്ലാം എനിക്ക് അത്യാവശ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അറിയാത്ത ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ഹോളിൽ നിന്ന് ഇറങ്ങിയത്. ഹോളിൽ നിന്ന് ഇറങ്ങി, പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് 0.6 മാർക്കിന് ഞാൻ ഫെയിലായി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, മാതാവ് എനിക്കത് കാണിച്ചു തന്നതാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്, ഉടമ്പടി എടുത്താലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിച്ചതാണ്. പക്ഷേ എനിക്ക് 0.6 മാർക്കിനാണ് ഞാൻ ഫെയിലായത്. അപ്പം തന്നെ അടുത്ത എക്സാം 3 മാസത്തിനുള്ളിൽ നമ്മൾ അടുത്ത ഡേറ്റ് എടുത്ത് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ഇതേപോലെ ചേച്ചിയോട് പറഞ്ഞു, എടി ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം ഡേറ്റും എടുത്തു. ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 22-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരാൻ നേരം ചേച്ചി എന്നോട് പറഞ്ഞു, എക്സാം ഡേറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്നോട് പറഞ്ഞു, ഇവിടെ നമ്മൾ പ്രദക്ഷിണത്തിന് വരുമ്പം ഈ എക്സാം പുറത്ത് പോകാനുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സിസ്റ്റേഴ്സിനോട് പറഞ്ഞാൽ മാതാവിൻ്റെ രൂപം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഒരു സിസ്റ്ററിനോട് ഇതേപോലെ ഞാൻ ഈ കാര്യം പറഞ്ഞു, സിസ്റ്ററെ ഇതേപോലെ എനിക്ക് എക്സാം ഉണ്ട്, എനിക്ക് മാതാവിൻ്റെ രൂപം തരുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അയ്യോ മോളെ, അങ്ങനെ തരാൻ പറ്റില്ല, നമുക്കിങ്ങനെ നറുക്കെടുക്കും, അതിൽ ആർക്കാണോ കിട്ടുന്നത് അവർക്കേ എടുക്കാൻ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കിതിനെപ്പറ്റി അധികം ആ സമയം അറിയില്ലല്ലോ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചാണ് വന്നത്, എനിക്ക് മാതാവിനെ പിടിക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അപ്പം അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. എന്നാലും കുഴപ്പമില്ല, ആ സിസ്റ്റർ എനിക്ക് ഫ്രണ്ടിൽ കൊണ്ട് തന്നു. ഞാൻ പ്രാർത്ഥിച്ചൊരെണ്ണം എടുത്തു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നും പറയട്ടെ, എനിക്ക് മാതാവിനെ തന്നെ കിട്ടി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ ധൈര്യമായിട്ട്, എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് പോയി എക്സാമിന് പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ട്. എവിടെ പോയാലും ഞാനിത് കൊണ്ട് നടക്കും. അതേപോലെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ യൂസ് ചെയ്തു. എക്സാമിന് കയറുന്നതിന് മുമ്പായിട്ട് ഞാനാണെങ്കിൽ തൈലം പുരട്ടി ഉപ്പ് കഴിച്ചു. ഈ കാശ് രൂപ ഒന്നും എക്സാം ഹോളിലേക്ക് കയറ്റത്തില്ല. നമ്മുടെ ജ്വല്ലറീസോ അങ്ങനെ ഒന്നും ഇടാൻ പറ്റത്തില്ല. എല്ലാം ചെക്കിങ് ചെയ്തിട്ട് അവർ കയറ്റത്തുള്ളൂ. ഞാൻ ജ്വല്ലറീസ് ഒന്നും ഇട്ടില്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ചെക്ക് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ കയറി. പക്ഷേ ആ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ എക്സാമിനെക്കാട്ടിലും ടഫായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു വിഷമം. അപ്പം ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് എന്നെ പരീക്ഷിക്കരുതേ,
ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞ് അടുത്ത് ഞാൻ ജീവിച്ചോളാം, എനിക്കിനി ഒരു പരീക്ഷണം തരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞു, ഞാൻ ഇറങ്ങി. ഒരു വിത്തിൻ 3 hours ഈ കുവൈറ്റ് പ്രോമെട്രിക്കിൻ്റെ റിപ്പോർട്ട് നമുക്കറിയും. 3 hours കഴിഞ്ഞു, മെയിൽ നോക്കി, അവിടുന്ന് വിളിയൊന്നും വരുന്നില്ല, മെയിലൊന്നും വന്നില്ല. 5 hours കഴിഞ്ഞു, ഒന്നുമില്ല. അങ്ങനെ ഈവനിങ് ആയി. എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ റിസൾട്ട് വന്നു, അവരൊക്കെ പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവമേ, എക്സാം ടഫും കൂടിയായിരുന്നു ആദ്യത്തിനെക്കാട്ടിൽ. അപ്പം ഞാൻ വെച്ച് ദൈവമേ ഞാൻ ഫെയിലായി കാണും, അതുകൊണ്ടായിരിക്കും എൻ്റെ റിസൾട്ട് വരാഞ്ഞത്. ഇത്രയും നേരമായില്ലേ, റിസൾട്ട് വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു എന്ന് ഞാനിങ്ങനെ മാതാവിനോട് ഓരോന്നിങ്ങനെ പറയുകയാണ്. അപ്പം എൻ്റെ ചേച്ചി ഉടനെ അവളിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എടി റിസൾട്ട് വന്നോ, എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര വിഷമം ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ മനസ്സിലോ ഇല്ല, ഞാൻ ഫെയിലായത് കൊണ്ടാണ് എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ. അപ്പോൾ ചേച്ചി എനിക്കൊരു സാക്ഷി അയച്ചു തന്നു. അതിനകത്ത് ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെ സാക്ഷിയാണ്. ആ കുട്ടി ഇതേപോലെ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് ഒരു എക്സാം എഴുതി. എൻ്റെ സെയിം സിറ്റുവേഷൻ, ആ കൊച്ചിനും ഇതേപോലെ റിസൾട്ട് വന്നില്ല. ആ ദിവസം തന്നെ വരേണ്ട റിസൾട്ടാണ്, പിറ്റേ ദിവസമായിട്ടും അതിന് വന്നില്ല. അതിന് 3rd ഡേയിലാണ് അതിന് റിസൾട്ട് വന്നത്. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, എടി നീ വിഷമിക്കണ്ട, നിൻ്റെ മാതാവ് നിനക്ക് തരും, നീ ധൈര്യമായിട്ട് മാതാവിനെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പം എനിക്കൊരു വിശ്വാസം വന്നേ, ഇല്ല എൻ്റെ മാതാവ് തരും, എനിക്ക് നല്ലതിനാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം, ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്, എറണാകുളം ഹോസ്പിറ്റലിലാണ്, അവിടെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിലൊന്നുമില്ല. അങ്ങനെ ഞാൻ ഏജൻസിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവരും പറഞ്ഞു അവർക്കും ഒന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ച്, മെയിലൊന്നും വരുന്നില്ല, റിസൾട്ടൊന്നും അറിയുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ആയിട്ട് ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് വിത്തിൻ 5 minutes ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഷേബ എക്സാം പാസ്സായി എന്ന് പറഞ്ഞു. അത് എക്സാം പാസ്സായതെന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് മാർക്കിനാണ് പാസ്സായത്. ആ എക്സാമിന് 60% ആണ് വേണ്ടത്. അത്രയും പെർസെൻറ്റേജ് കറക്റ്റ് മാർക്കിനാണ് ഞാൻ പാസ്സായത്. എനിക്കപ്പോൾ മനസ്സിലായി, എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നതാണ്. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതിന് ഉടമ്പടിയുടെ ശക്തി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസം എന്താണ് എന്നുള്ളത് എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നെയാണെന്ന് എനിക്ക് വിശ്വാസമായി. അങ്ങനെ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബാക്കിയുള്ളവരോട് ഇതിനെപ്പറ്റി പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം നടക്കുന്നു, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എൻ്റെ സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമുണ്ട്. എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇൻ്റർവ്യൂ വരുന്നില്ല. ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ ലാബ് ടെക്നീഷ്യനാണ് എൻ്റെ ഡെസിഗ്നേഷൻ. അപ്പം ലാബ് ടെക്നീഷ്യനുള്ള വേക്കൻസീസ് ഒന്നും വരുന്നില്ല പുറത്തോട്ടുള്ളത്. അപ്പോൾ കുറേ നേഴ്സുമാർക്ക് കുറേ വേക്കൻസി വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു അവസരം താ എന്ന് ഞാൻ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എനിക്കൊരു അവസരം തന്നു. ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. എന്നിട്ട് അവർ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്, ഒരു ഫൈനൽ ഇൻ്റർവ്യൂവും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ, സെക്കൻഡ് ഇൻ്റർവ്യൂ സെയിം തന്നെ. അങ്ങനെ അതും ഞാൻ പാസ്സായി ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി, മാതാവിൻ്റെ കരുണയോടുകൂടി. അങ്ങനെ പിന്നെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിസ വന്ന് വിസ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിനൊരു ലാഗ് വന്നു. ആ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് വിസ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറവിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇടയ്ക്ക് എനിക്ക് 5:30 എണീക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ ഇടയ്ക്ക് വന്ന് ഇച്ചിരി മടി പോലെ ഞാൻ സത്യത്തിൽ കാണിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ വിസ വരാനുള്ള എന്നെ വീണ്ടും എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി കറക്റ്റ് 5:30 തന്നെ എണീറ്റ് പ്രാർത്ഥിക്കാനെല്ലാം തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനെല്ലാം പഴയതുപോലെ തന്നെ ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങി. എൻ്റെ വിസ വന്നു.
വിസ വന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുറേ ബൈസ്റ്റാൻഡേഴ്സൊക്കെ വരും, നമ്മളോട് അവരുടെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു റീനൽ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ ഇതേപോലെ വന്നിട്ട് ആ അങ്കിള് ഇതേപോലെ അങ്കിളിൻ്റെ മോളുടെ ആണ് ട്രാൻസ്പ്ലാന്റ്, ഇങ്ങനെ ഓരോ വിഷമങ്ങൾ ഇങ്ങനെ പറയുക. അപ്പം ഞാൻ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്കിളിന് പ്രാർത്ഥനയിൽ അങ്കിളൊരു ഹിന്ദു ആണേ, അങ്കിളിന് പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്കിൾ ചോദിച്ചു, മോളെ അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, അങ്കിളെ ഞാൻ അങ്കിളിനൊരു പത്രം തരാം, അങ്കിൾ ഇത് പോയിരുന്ന് വായിക്കുക, ഇതിനകത്ത് ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളുണ്ട്, ആ സാക്ഷ്യങ്ങളെല്ലാം അങ്കിളിന് വായിക്കുമ്പോൾ അങ്കിളിന് മനസ്സിലാവും, എന്നിട്ട് പേഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ പത്രം വെച്ച് പേഷ്യനും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ട്രാൻസ്പ്ലാന്റ് നെക്സ്റ്റ് വീക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് റൂമിലാണ്. അപ്പോൾ ഞാൻ ആ ചേച്ചീനെ സ്റ്റാഫ് ആയതുകൊണ്ട് നമ്മളങ്ങനെ കയറ്റി കാണിക്കും. അങ്ങനെ ചേച്ചീനെ കാണാൻ വേണ്ടി പോയി എൻ്റെ കയ്യിലുള്ള തൈലം ചേച്ചിയുടെ നെറ്റിയിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ അങ്കിള് ഇവിടെ വന്നിട്ട് ആ അങ്കിള് കൃപാസനത്തിൽ വന്നിട്ട്, ആ ചേച്ചിയുടെ ഫാദറാണ്, കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് അത് കേട്ടപ്പം വളരെ വളരെ സന്തോഷമായി. കാരണം ഞാൻ മൂലം അങ്കിള് കേട്ട് അങ്കിളിന് വന്ന് എടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി. അങ്ങനെ ഇന്നലെ ആണെങ്കിൽ എനിക്കിതേപോലെ വിസ വന്നു. വിസ വന്നിട്ടാണെങ്കിൽ നമുക്ക് അപ്രൂവൽ കിട്ടണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് കുവൈറ്റിൽ വാറിൻ്റെ പ്രശ്നം വന്നത്. അങ്ങനെ വീണ്ടും ലാഗായി. ഏജൻസി വിളിച്ചു വെച്ചപ്പോൾ അവരൊന്നും ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടെല്ലാം ക്ലോസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് വീണ്ടും അത് ഒത്തുതീർപ്പൊക്കെ ആയി. അങ്ങനെ ഇതേപോലെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതേപോലെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ഇപ്പം വീടിൻ്റെ കാര്യമാണെങ്കിൽ, വസ്തുവിൻ്റെ കാര്യമാണെങ്കിൽ, എന്ത് കാര്യമാണോ അതിൻ്റെ ഒരു അടയാളമായിട്ട്, ഇപ്പോൾ പുറത്ത് പോകാനുള്ളതാണെങ്കിൽ പാസ്പോർട്ടോ വിസയോ എന്തോന്ന് വെച്ചാൽ ആ സാധനം കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സാധനം ഞാൻ എൻ്റെ പാസ്പോർട്ട് കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ടതിനെക്കാട്ടിലും ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് എൻ്റെ ടിക്കറ്റ് വന്നു. ഇന്നലെ വൈകുന്നേരം എൻ്റെ ടിക്കറ്റ് വന്നു. ഇന്ന് വൈകിട്ട് ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയാൻ ഇടയാക്കുന്നത്. ഞാൻ കുറേ ഈ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴും കുറേ കളിയാക്കലും കുറേ പരിഹസിച്ചൊക്കെ ഓരോരുത്തർ ചോദിക്കും, എന്താ ക്രിസ്ത്യൻസ് എന്നാ ചോദിക്കുന്നത്, ഇതിലെന്താ, ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ, ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഈ ഉടമ്പടിയിൽ എന്താ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് പരിഹസിച്ച് ചോദിക്കും. പക്ഷേ അവർക്കെല്ലാം എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നതാണ് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ പൈസ കൊടുക്കും, എന്നാൽ കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ അമ്മയോട് പറയും, ചേച്ചി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ പറയും, എൻ്റെയും കൂടി ഇത്രയൊന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കും, പൈസ കൊടുക്കും. അങ്ങനെയൊക്കെ. പിന്നെ പേഷ്യൻസിനെ പോയി കാണും, ക്യാൻസർ പേഷ്യൻസിനെ പോയി കാണും, അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ കേൾക്കും. എൻ്റെ കൂടെ ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ സിസ്റ്ററും ഞാനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ സിസ്റ്ററും തലയിൽ തൊട്ട് പ്രാർത്ഥിക്കും, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഭയങ്കര വിഷമത്തിലും രോഗത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. അങ്ങനെ ഞാനിതിപ്പോൾ പോയി പറയുമ്പം കുറേ പേർക്ക് ഇതേപോലെ കൃപാസനത്തെ പറ്റി അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇതേപോലെ എനിക്ക് ഈ ടിക്കറ്റ് വരെ ലാഗായപ്പോൾ ഞാൻ വാക്യം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. വാക്യം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ലൂക്കോസ് 1:37. ആ വാക്യം ഞാൻ കുറേ വട്ടം എൻ്റെ കയ്യിലുണ്ട്, കുറേ വട്ടം എഴുതി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് എന്ത് പ്രതിസന്ധി ബുദ്ധിമുട്ടും വന്നാൽ നമ്മൾ വിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പാണ് മാതാവ് അതിനുള്ള ബലം തന്നിരിക്കും. ഞാനിപ്പോൾ പുറത്ത് പോയാലും ഇനിയും ഈ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും. അവിടെ ഉള്ളവരോട് ഞാൻ ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കും, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും.
എല്ലാം ചെയ്യും. എന്നെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. ഇനി എൻ്റെ മാതാവിൻ്റെ യേശുപ്പച്ചൻ്റെ കൃപ എപ്പോഴും എൻ്റെ മേൽ ഉണ്ടായിരിക്കണം. നന്ദി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36 അധ്യായം 26 വാക്യം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഹൃദയം നൽകും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷേബ തങ്കച്ചൻ ഹരിപ്പാട് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി എടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാതെയാണ് നിന്നിരുന്നത്. എന്നാൽ തനിക്ക് പുറത്തേക്ക് പോകാനുള്ള വലിയൊരാഗ്രഹവും അതോടൊപ്പം തന്നെ ഉടമ്പടി എടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരാനൊക്കെയായിട്ട് സാധിക്കുക ചെയ്തത്. തനിക്ക് കുവൈറ്റിലേക്ക് പോകുവാനുള്ള പ്രോമെട്രിക് എക്സാം അത് 0.6 മാർക്കിനത് ഫെയിലാകേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താമെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിനെ തുടർന്നാണെങ്കിലും എക്സാം രണ്ടാമത് എഴുതുമ്പോഴും ആദ്യതിനേക്കാൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ സഹായത്തോടും അതോടൊപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കളോടൊക്കെ ചേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു എക്സാം പാസ്സാകുവാനായിട്ട് എത്ര മാർക്കാണോ വേണ്ടത് അത്രയും മാർക്ക് മാത്രം നൽകി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എക്സാം പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ പോരായ്മകൾ വന്നുവെങ്കിലും അത് ഉടമ്പടി പുതുക്കലിലൂടെ ആ ഒരു തടസ്സങ്ങൾ മാറ്റാനായിട്ട് പരിശുദ്ധ അമ്മ ഈ മകളെ അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ്. കാരണം തനിക്ക് വരേണ്ടിയിരുന്ന വിസയുടെ തടസ്സമാണെങ്കിലും ഇൻ്റർവ്യൂ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഒരുക്കത്തോടുകൂടി ചെയ്യുവാനും വിസയ്ക്ക് ലഭിക്കുവാനൊക്കെ ആയിട്ട് ഇടയായത് തൻ്റെ ഉടമ്പടി കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള പൂർണ്ണമായൊരു ബോധ്യത്തോടുകൂടിയാണ്. ആ ബോധ്യത്താൽ തൻ്റെ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും കൂടുതൽ ഉറച്ച വിശ്വാസത്തോട് ജീവിക്കാനൊക്കെ ആയിട്ട് സാധിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ തൻ്റെ ആഗ്രഹത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനിയും അനുഗ്രഹങ്ങൾ കൊണ്ട് കൃപകൾ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും നമ്മുടെ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.